മോക്ഷപ്പടവുകൾ. രചന, അവതരണം സുജാത മോഹൻദാസ്. പാഥേയത്തിൻ്റെ ഓഫീസ് രജിസ്റ്ററിൽ പേരെഴുതി ഒപ്പുവെച്ചു. സന്ദർശനോദ്ദേശം എഴുതി പുറത്തിറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി വരാന്തയിലെ കസേര ചൂണ്ടി പറഞ്ഞു, മാഡം ഇവിടെ ഇരുന്നോളൂ. പുറത്ത് ചാറ്റൽ മഴയുടെയും ഇളവെയിലിൻ്റെയും ജോഗുൽബന്ദി. കസേരയിലിരുന്ന് പതുക്കെ കണ്ണടച്ചു. ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാൻ വിദേശത്തുള്ള ചേച്ചി അറിയിച്ചിട്ട് ദിവസങ്ങളേറെയായി. ചേച്ചി പറഞ്ഞ കഥകൾ എന്നിൽ കാത്തിരിപ്പിൻ്റെ ഒരു നെടുനീളൻ പരവതാനി വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അങ്ങേയറ്റത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭയെ ഞാൻ സ്വപ്നം കാണുകയാണ്. ഉദയശങ്കറിൻ്റെ പ്രിയ ശിഷ്യ യാമിനി റെഡ്ഡി. പ്രശസ്ത നർത്തകി. തബലപ്പെരുക്കങ്ങളുടെ അതിഭാവുകത്വത്തിൽ വിരിഞ്ഞുണരുന്ന നൃത്തസമ്പ്രദായത്തിൽ അഗ്രഗണ്യ. അത്ഭുതത്തോടെ യാമിയുടെ നൃത്ത പരിപാടികൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി ഒരുക്കുന്ന സൽക്കാരത്തിൻ്റെ ഭാഗമായി റെഡ് ഫോർട്ടിലെ സമൃദ്ധമായ ദീപാലങ്കാരങ്ങൾക്കിടയിൽ യാമിനി ഒരു അഗ്നിജ്വാലയായി പടരുന്നത് ഞാൻ ഓർത്തെടുത്തു. വശ്യമായ അംഗചലനങ്ങളുടെ പൂർണ്ണത, കൃത്യമായ താളബോധം, അരങ്ങുവാഴുന്ന അനുപമ ലാവണ്യം. നേരിയ തണുപ്പ് എൻ്റെ കണ്ണുകളെ തഴുകുന്നുണ്ടായിരുന്നു. ഒരു മയക്കം എന്നെ കീഴടക്കി. ആരോ നടന്നു വരുന്ന പോലെ ഞാൻ കണ്ണു തുറന്നു. മുന്നിലേക്ക് നീങ്ങി വരുന്ന വീൽ ചെയർ. അറിയാതെ എഴുന്നേറ്റ് തൊഴുതുപോയി. കണ്ണുകൾ ഉടക്കിയത് ആ പാദങ്ങളിലാണ്. നീര് കെട്ടിയതെങ്കിലും വിരലുകൾ ചലിക്കുന്നുണ്ട്. ഏതോ നൃത്തപദം തേടുന്ന പോലെ. വീൽ ചെയറിലെ സുന്ദരരൂപത്തെ കണ്ണിമ ചിമ്മാതെ ഞാൻ നോക്കി നിന്നു. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ ആ മനസ്സിനെ തൊട്ടു തീണ്ടിയിട്ടില്ലെന്ന് തോന്നി. വിറയാർന്ന നീണ്ടു മനോഹരമായ കൈവിരലുകൾ ഏതോ മുദ്രകളിൽ ലയിക്കുന്നു. ചുണ്ടുകളിൽ താളലയങ്ങളുടെ വായ്ത്താരി. ധൃതക് ധൃതക് ധാന ധാന ധാ ധിര 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 ധാന ധാന ധാ. അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല, ആരെയും തിരിച്ചറിയില്ല, ആകെയുള്ളത് നൃത്തം മാത്രം, ബൈസ്റ്റാൻഡറായ പെൺകുട്ടി പറഞ്ഞു. ഇടയ്ക്ക് മാനേജരെ വിളിക്കും, പ്രോഗ്രാമുകളെ പറ്റി അന്വേഷിക്കും. പാഥേയത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഗീതാദേവി അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവർ പെൺകുട്ടിയോട് പറഞ്ഞു, അമ്മയെ തിരികെ കൊണ്ടുപോയിക്കോളൂ. അവൾ വീൽ ചെയർ തിരികെ ഉരുട്ടി തുടങ്ങി. താളലയങ്ങൾ അകന്നകന്നു പോയി. ഗീതാദേവി എന്നോടായി പറഞ്ഞു, മകൻ വിശാഖപട്ടണത്താണ്. 2 വർഷം മുമ്പ് ഒന്ന് വന്നുപോയി. ഒരു വലിയ തുക ഇവിടെ നിക്ഷേപമുണ്ട്. വല്ലപ്പോഴും വരുന്ന ഒരു ഫോൺ കോൾ. ഇപ്പോൾ 1 വർഷമായി അതുമില്ല. അമ്മയ്ക്ക് ഓർമ്മയില്ലല്ലോ. എൻ്റെ മനസ്സിലെ അഗ്നിജ്വാല കെട്ടടങ്ങി. ഓരോ ജന്മവും ഒടുങ്ങാനുള്ളതാണ്. പ്രപഞ്ചത്തിലേക്ക് തിരികെ ലയിക്കാനുള്ളതാണ്. ഞാനും മടങ്ങുകയാണ് എന്നെ കാത്തിരിക്കുന്ന തിരക്കുകളിലേക്ക്, എൻ്റെ മുക്തിമാർഗത്തിലേക്ക്. കഥ അവസാനിക്കുന്നു. നമസ്കാരം.